അഡ്വക്കേറ്റ് BN ഹസ്കർ, നോക്കൂ, ശീതീകരിച്ച പന്തലുകൾ 7 കോടിയോളം മുടക്കുന്നുവെന്നാണ് അറിയാനാകുന്നത്. ഇപ്പോൾ നാളെ മലയാളത്തിലെ എല്ലാ പത്രങ്ങളുടെയും മുൻ പേജിൽ ഈ പരസ്യമുണ്ടാകുമെന്ന് ഉറപ്പാണ്. അങ്ങനെ പരസ്യം എന്ന ലക്ഷ്യം മാത്രം വെച്ച് കോടികൾ ചെലവഴിക്കുന്നു. ഈ പണമുണ്ടാക്കുന്ന പരിപാടിയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിന് അയ്യപ്പനെ വലിച്ചിഴയ്ക്കുന്നത് എന്തിനാണ്? വിശ്വാസികളെ വലിച്ചിഴയ്ക്കുന്നത് എന്തിനാണ്? കൃഷ്ണ, ഇതില് ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ തെറ്റിദ്ധരിച്ചുകൊണ്ടാണ് രാഷ്ട്രീയ വൈര്യത്തിന്റെ പേരിൽ കേരളത്തിൽ ഇതിങ്ങനെ ഒരു വിവാദമാക്കിക്കൊണ്ടേയിരിക്കുന്നു. അടിസ്ഥാനപരമായി ഈ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വളരെ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. ശബരിമല മാസ്റ്റർ പ്ലാൻ നടപ്പിലാക്കുക. 2018 ശേഷം പ്രളയത്തിൽ തകർന്നൊലിഞ്ഞ പമ്പയും മറ്റ് പരിസര പ്രദേശങ്ങളിലും എങ്ങനെ നമുക്ക് പുതിയ രീതിയിൽ പുനർനിർമ്മിക്കണം എന്നുള്ളത് സംബന്ധിച്ച് വിവിധ വിദഗ്ധരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ വിശ്വാസ സമൂഹത്തോടൊപ്പം ചേർന്നിരുന്ന് ചർച്ച ചെയ്യുന്നതിനൊരുപരി സംസ്ഥാന സർക്കാരിന്റെയോ ദേവസ്വം ബോർഡിന്റെയോ കയ്യിൽ നിന്ന് ഒരു നയാ പൈസ പോലും ചെലവാകാതെ വളരെ കൃത്യമായി ആർഭാടമെന്ന് അങ്ങ് അല്ലെങ്കിൽ പ്രതിപക്ഷവും ആക്ഷേപിക്കുന്ന ഈ പദ്ധതിയെ മൂലം കേരളത്തിൽ സാമുദായിക സംഘടനകളുടെ മുഴുവൻ മുക്തകണ്ഠ പ്രശംസ ലഭിക്കുന്ന ഘട്ടത്തിൽ രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് വിവാദമാക്കുക മാത്രമാണ് കോൺഗ്രസും BJPയും ഇക്കാര്യത്തിൽ ചെയ്തത്. ഇതിൽ ഒരു രാഷ്ട്രീയവും കാണേണ്ടതില്ല. ഇതിലെ ഒരു തരത്തിലുള്ള അങ്ങോട്ട് തന്നെയാണ്. എത്ര സംഗമങ്ങളാണ് ഇവിടെ നടന്നിട്ടുള്ളത്? അതിൻ്റെയൊക്കെ ചരിത്രം ഒന്ന് ആഴ്ന്നിറങ്ങി പരിശോധിച്ചാൽ അങ്ങീ പറയുന്ന പ്രതീക്ഷ ഈ സംഗമം നൽകുമെന്നാണോ? അല്ല, ഇതിലിപ്പോ ഈ ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നത് കൊണ്ട് എന്ത് ദോഷമാണ് സംഭവിക്കുക? നാളെ കുറെ വിശ്വാസികൾ, അയ്യപ്പ ഭക്തന്മാർ സന്നിധാനത്തേക്ക് ദർശനത്തിനായി പോകാൻ വെർച്വൽ ക്യൂവിൽ ബുക്ക് ചെയ്യാൻ ശ്രമിച്ചു, നടന്നില്ല, ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. ആ പാവങ്ങളെ ഞാൻ പറഞ്ഞോട്ടെ, അതായത് വ്രതം നോറ്റ് മാലയിട്ട് ഭക്തി നിർഭരമായി മല ചവിട്ടാൻ ആഗ്രഹിച്ചെത്തുന്ന സാധാരണ അയ്യപ്പ ഭക്തരെ ബ്ലോക്ക് ചെയ്തുകൊണ്ട് VIP സൗകര്യം ഒരുക്കുന്നത് തന്നെ തെറ്റല്ലേ? അത് മാത്രം ചിന്തിച്ചാൽ അങ്ങനെയല്ല. ഇതിൽ ഒരു VIP സൗകര്യം ഇല്ല. ഇത് പമ്പയിലാണ് അയ്യപ്പ സംഗമം, ആഗോള അയ്യപ്പ സംഗമം നടക്കുന്നത് പമ്പയിലാണ്, സന്നിധാനത്തല്ല. അപ്പൊ പമ്പയിൽ നടക്കുന്ന ഒരു പരിപാടിയിൽ സന്നിധാനത്ത് സ്വാമി അയ്യപ്പനെ കാണുന്നതിന് വേണ്ടി ആരെങ്കിലും പോകുന്നത് തടസ്സപ്പെടുത്തുന്നു എന്നതൊക്കെ വില പോകുന്ന വാദമുണ്ടല്ല. കാരണം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഒരാഴ്ച മുൻപ് ബ്ലോക്ക് ചെയ്തിരിക്കുന്ന ചുവപ്പ് കോളത്തിൽ ഇനി ആർക്കും വിർച്വൽ ക്യൂ ബുക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ള തെളിവ് സഹിതം ഞങ്ങൾ കാണിച്ചതാണ്. ഇന്ന് ഞങ്ങൾ ആ വാർത്ത കേട്ടിട്ടുണ്ട്. അതിനെ തുടർന്ന് ഹൈക്കോടതിയിൽ ഇത് സംബന്ധിച്ച് ഹർജി ഉണ്ടായിരുന്നു. എത്ര ഹർജികളാണ് ഹൈക്കോടതിയിൽ? അപ്പോൾ ഹൈക്കോടതി പറഞ്ഞതെന്താണ് സാർ? ഹൈക്കോടതി പറഞ്ഞതെന്താണ്? സാധാരണ ഭക്തരെ അവരുടെ ദർശനത്തിനുള്ള സൗകര്യത്തെ നിങ്ങൾ തടസ്സം നിൽക്കരുതെന്നാണ്. ഇന്നിപ്പോൾ വീണ്ടും ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. സാധാരണ ഭക്തരെ ഒരു തരത്തിലും തടസ്സപ്പെടുത്തിയിട്ടില്ല. ഒരു തടസ്സവും അവിടെ ഉണ്ടാവാൻ പോകുന്നില്ല. 3000-ഓളം വരുന്ന വിശ്വാസ സമൂഹവും വിദഗ്ധരും ചേർന്ന് ഒരുമിച്ച് നടത്തുന്ന ഒരു സംഗമത്തെ, ഈ സംഗമത്തെ ഈ ആക്ഷേപ കണ്ണുകളോടുകൂടി നിങ്ങൾ കാണുന്നതാണ് നിങ്ങളുടെ പ്രശ്നം. മറിച്ച് ഇങ്ങനൊരു വലിയ സംഗമം പമ്പയിൽ തന്നെ നടത്തണം എന്ന ലക്ഷ്യം എന്തുകൊണ്ടാണ്? അല്ല, അത് തീരുമാനിക്കേണ്ടത് ദേവസ്വം ബോർഡല്ലേ. അയ്യപ്പന്റെ പേരിലുള്ള സംഗമത്തിൽ VN വാസവന്റെയും പിണറായി വിജയന്റെയും ചിത്രം അയ്യപ്പനേക്കാൾ എത്രയോ വലിപ്പത്തിൽ നൽകുന്നത് എന്തിനാണ്? നാളെ നിങ്ങൾ പത്രങ്ങളിൽ പരസ്യം നൽകാൻ പോകുന്നത് എന്തിനാണ്? അങ്ങനല്ല. ഒന്ന്, നിങ്ങളെ ആശങ്കപ്പെടുത്തുന്നത്, സംഘപരിവാറിനെ ആശങ്കപ്പെടുത്തുന്ന പ്രശ്നം എന്താ? ഇതൊരു സുവർണാവസരമായി കരുതി 2018 കാലയളവിൽ കേരളം മുട്ടാകെ ഒരു വലിയ സമരം നടത്തി എന്ന് അവകാശപ്പെടുമ്പോൾ ആ സമരത്തിന്റെ മുഴുവൻ മൂല്യങ്ങളും ചോർന്നു പോകുന്നു എന്ന യാഥാർത്ഥ്യ ബോധം ഉൾക്കൊണ്ടുകൊണ്ടാണ് നിങ്ങളിപ്പോ നിൽക്കുന്നത്. BJPയും കേരളത്തിലെ കോൺഗ്രസും നിൽക്കുന്ന ആ ഘട്ടത്തിലാണ്. ഞങ്ങളിത് വിശ്വാസ സമൂഹത്തെ സംഘടിപ്പിച്ചുകൊണ്ട് വിശ്വാസ സമൂഹത്തിന്റെ നിങ്ങൾക്ക് ഇത്ര വിശ്വാസം അതാണ് മനസ്സിലാകാത്തത്. എന്ന് മുതലാണ് ഇത്ര വലിയ വിശ്വാസം? പിണറായി വിജയൻ നാളെ സ്വാമിയെ ശരണോ അയ്യപ്പ എന്ന് വിളിച്ചു തുടങ്ങുമോ? സ്വാമി ശരണമെന്നെങ്കിലും പറയോ? അയ്യപ്പ ശരണമെന്ന് പറയോ? ഇല്ലല്ലോ. അങ്ങനല്ല കൃഷ്ണ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോ BJPയുടെ പ്രതിനിധികളും അതുപോലെ തന്നെ പല കോൺഗ്രസ് പ്രതിനിധികളും ഒക്കെ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. CPMകാർക്ക് വിശ്വാസമുണ്ടോ? ഇതൊരു വലിയ ചോദ്യമാണ്.
എന്തുകൊണ്ട് നിങ്ങൾ തിരിച്ചറിയാതിരിക്കുന്ന ഒരു വസ്തുതയുണ്ട്. CPM ഭരണഘടനയിൽ ഒരിടത്ത് പോലും വിശ്വാസി ആവരുതെന്ന് പറയുന്നില്ല. ഏതു മതവിശ്വാസികൾക്കും മതം വിശ്വസിക്കാത്തവർക്കും CPM-ൽ അംഗത്വം എടുക്കാം. അപ്പോ ആ അംഗത്വം എടുക്കാം എന്ന് പറയുമ്പോ CPM-ന്റെ ഭരണഘടനയിൽ അത് എഴുതി വെക്കപ്പെട്ടിരിക്കുമ്പോൾ ഒരിടത്തില്ല. പിന്നെ മാർക്സിയൻ ഐഡിയോളജിയുടെ ഭാഗമായി മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പ് എന്നത് അടർത്തി മാറ്റിയെടുത്ത് കമ്മ്യൂണിസ്റ്റുകൾക്ക് വിശ്വാസം പാടില്ലെന്ന്. അതൊരു വ്യത്യസ്ത ലോകത്തിരുന്നു കൊണ്ട് ഒരു വ്യത്യസ്ത സാമൂഹ്യ ക്രമത്തിൽ ഉരുത്തിരിഞ്ഞു വന്നിരുന്ന ആശയമാണ്. അന്ന് ഹിന്ദു മതമോ ഇസ്ലാം മതത്തെയോ അല്ല ഉദ്ദേശിക്കുന്നത്. അന്ന് ക്രിസ്തുമതം ലോകത്താകമാനം വ്യാപിച്ചു നിൽക്കുകയും ക്രൈസ്തവ മത പൗരോഹിത്യത്തിന്റെ നിയന്ത്രണത്തിൽ ക്രിസ്തുമത വിശ്വാസം നിൽക്കുകയും ചെയ്യുകയും സ്വത്തും സഭയുടെ കീഴിലാവുകയും ചെയ്തിരുന്ന ഒരു കാലഘട്ടത്തിലാണ് കാർൽ മാർക്സ് അത്തരം ഒരു അഭിപ്രായം പറഞ്ഞത്. ആ അഭിപ്രായത്തെ വ്യാഖ്യാനിക്കുകയാണ്. അതുകൊണ്ട് CPM പ്രവർത്തകർക്ക് വിശ്വാസികളാവാൻ പാടില്ല എന്നൊരിടത്തും CPM ഭരണഘടനയിൽ ഇല്ല. ഞാൻ വായിച്ചു മനസ്സിലാക്കി ബോധ്യപ്പെട്ടതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇത് പറയുന്നത്. അപ്പൊ CPM ഭരണഘടനയിൽ വിശ്വാസികൾ ആവരുത് എന്ന് ഒരിടത്തും പറയാത്തിടത്തോളം കാലം വിശ്വാസികൾക്കും അവിശ്വാസികൾക്കും ഒരുമിച്ച് നിൽക്കുക. അതുകൊണ്ട് സഖാവ് പിണറായി വിജയൻ നാളെ ഏതെങ്കിലും തരത്തിൽ വിശ്വാസത്തിലേക്ക് പോകുന്നെന്നോ അദ്ദേഹത്തിന് വിശ്വാസമില്ലെന്നോ പ്രഖ്യാപിക്കേണ്ടതിന്റെ ആവശ്യകതയില്ല. അപ്പോ ഒരാളുടെ ജീവിതമാണ് അദ്ദേഹം ആരായിരുന്നു എന്ന് തിരിച്ചറിയപ്പെടേണ്ടത്. അത് വളരെ കൃത്യമായി സഖാവ് പിണറായി വിജയൻ തിരിച്ചറിയപ്പെടുന്നു എന്ന ആകുലതകളാണ് നിങ്ങളെ സംബന്ധിച്ചത് പറയുന്നത്. കാരണം ഇപ്പൊ ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നത് വഴി ഇന്നലെ വരെ BJP-യും കോൺഗ്രസും കരുതിയിരുന്ന NSS 2018 വളരെ ശക്തമായ നിലപാട് ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് എടുത്തിരുന്നു. എന്നാൽ ഇന്ന് NSS-ന്റെ നിലപാട് അതല്ല, SNDP-യുടെ നിലപാട് അതല്ല. അപ്പൊ അത് കാണുമ്പോൾ വല്ലാത്ത ഒരു വിഭ്രാന്തിയിലാണ് BJP-യും കോൺഗ്രസും എന്നിടത്ത് നിന്നാണ് ഇത് ഏതു തരത്തിലും വിവാദമാക്കുക. ഇതിൽ ഏതോ വലിയ തോതിലുള്ള അഴിമതി നടത്താൻ പോകുന്നു എന്നത് അഴിമതി